നോക്കടാ, കെട്ടിയോനം ചതിച്ചിട്ട് ഒരു പയ്യന്റെ കൂടെ പോയേക്കണ്. എവിടെ? ഇവിടെ കണ്ടല്ല, വെടിവെച്ച് കൊല്ലണം. ശരി. പോയി ചത്തൂടേടി ശവമേ. കാണട്ടെ. എന്തേട്ടാ? അല്ല, ഇതാരാ? എന്റെ മൂത്ത മകനാ ലല്ലു. എടാ, ഇത് പാപ്പിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടാനിയുടെ പേരൻസും റിലേറ്റീവ്സും ഒക്കെയാ. എന്ത് ചെയ്യുന്നു? പെയിന്റിംഗ് ആണ്. ആർട്ടിസ്റ്റ് ആണല്ലേ? ക്ലേ മോഡലിംഗ് കഴിഞ്ഞ് വരികയായിരിക്കും. അയ്യ, അതല്ല. ഇത് ഈ 10 കെട്ടിടത്തിലൊക്കെ വാടം കെട്ടി തൂങ്ങി അടിക്കുന്ന പെയിന്റിംഗ് ഇല്ലേ, 750 രൂപ തച്ച്. ആ പെയിന്റിംഗ് അവന്റെ ഒരു ആഗ്രഹം അതായിരുന്നു. അതാ പെയിന്റിങ്ങാ? അതെന്തായിട്ടൊരു അയ്യേ? അല്ല, പെയിന്റ് പണി എന്നൊക്കെ പറയുമ്പോ ചേട്ടാ, നിങ്ങൾ വിചാരിക്കണല്ലോ പെയിന്റ് പണി അത്ര മോശം പണിയൊന്നുമല്ല. പെയിന്റ് പണി, കൽപ്പണി, മരപ്പണി തുടങ്ങിയ എല്ലാ തച്ചു പണികളാണ് ലോകത്തിലെ ഏറ്റവും നല്ല രസമുള്ള പണി. അതായത് ഞങ്ങൾക്ക് അങ്ങനെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പോകുന്നു വേണ്ട. ആവശ്യത്തിന് കിടന്നുറങ്ങി കുളിച്ചു കുട്ടപ്പനായി 8:30-9 മണിയൊക്കെ ആകുമ്പോൾ സൈറ്റിലെത്തിയാൽ മതി. പിന്നെ പതക്കെ ഡ്രസ്സൊക്കെ മാറി വർക്കിംഗ് ഡ്രസ്സൊക്കെ ഇട്ട് പെയിന്റ് പാട്ടെടുത്ത് 2 ഒച്ചയൊക്കെ ഉണ്ടാക്കി 2 ഇളക്കൊക്കെ ഇളക്കി ഒരു വീശ് ഇങ്ങോട്ടും ഒരു വീശ് അങ്ങോട്ടും വീശുമ്പോഴേക്കും ചായ കുടിക്കുന്ന ടൈമായി 10 മണി. പിന്നെ എല്ലാവരും കൂടി മിണ്ടിയും പറഞ്ഞ ചായ കുടിക്കാനുള്ള ഒരു പോക്കുണ്ട്. അവിടെ നല്ല സ്ട്രോങ് ചൂടൻ ചായയും നല്ല മൊരിഞ്ഞ സവാളോടെ കഴിച്ച് തിരിച്ചു വന്ന് 4 കോള് ഫോണിലും സംസാരിച്ച് ഒരു കുതിര എടുത്തു വെച്ച് അതിന്റെ മുകളിൽ കയറി 2 വീശ് ഇങ്ങോട്ടും 2 വീശ് അങ്ങോട്ടും വീശുമ്പോഴേക്കും ചോറിനൊരു ടൈമായി 1 മണി. പിന്നെ എല്ലാവരും കൂടി ഇതുപോലെ വട്ടം വളഞ്ഞൊരു ഇരിപ്പാണ്. പല അടുക്കള ഉണ്ടാക്കിയ പല കറികൾ കൈയിട്ട് വാരി എല്ലാവർക്കും തിന്നാം. ഇവിടെയാണ് യഥാർത്ഥ സോഷ്യലിസം. നല്ല പച്ച വാഴയിലെടുത്ത് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ പുരട്ടി തീര് വാട്ടി ചോറും കറിയും പൊതിഞ്ഞെട്ടിക്കൊണ്ടുവരും. അത് തുറക്കുമ്പോൾ ഒരു മണം വരും. ഓഫ്! സൈഡിൽ മാങ്ങ ചമ്മന്തി, നടുക്കൊരു തോരൻ, ഈ സൈഡിൽ 2 ചാള പൊരിച്ചത്. ഇതും കഴിച്ച് ആകാശവാണിയിൽ ചലച്ചിത്രഗാനവും കേട്ട് പേപ്പറും പിരിച്ചു കിടന്നൊരു ഉറക്കമുണ്ട്. ഓത്താണ് സ്വർഗം. പിന്നെ ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കമ്പിയൊക്കെ ഒന്ന് വരച്ച് മതിലൊക്കെ ഒന്ന് തടവി വരുമ്പോഴേക്കും 4 മണിയായി. ടീ ടൈം. പിന്നെ ടർപ്പനിട്ട് ബ്രഷിൽ പെയിന്റ് കുറച്ച് കളഞ്ഞ് കൈയും കാലൊക്കെ സോപ്പിട്ട് കഴുകി വെളിച്ചെണ്ണയൊക്കെ തെച്ച് മൂടി ജീവി കുട്ടപ്പനായി മേസ്ത്രി റൂമിൽ കൈ നീട്ടുമ്പോണ്ടല്ല അപ്പൊക്കെ 750 രൂപ തച്ച്. പക്ഷെ ഇതൊന്നുമല്ല. പറഞ്ഞ സമയത്തിന് വീടിന്റെ പണിയൊക്കെ തീർത്ത് ഉടമസ്ഥന് വീടിന്റെ താക്കോല് കൈമാറുമ്പോൾ ആ പുതു വീടിന്റെ വെട്ടമായിട്ട് മുഖത്ത് വരുന്നൊരു ചിരിയുണ്ടല്ലോ, അന്തസ്. വല്ല പെയിന്റ് പണിക്കും പോയാ മതിയായിരുന്നു. മിസ്റ്റർ ജോൺ, ഒന്ന് വന്നേ. ടാനിയാൻ്റെ ഒറ്റമോള. ഇന്ന് വരെ അവളുടെ ഒരു ഇഷ്ടത്തിനും ഞാൻ എതിരെ വന്നിട്ടില്ല. പാപ്പിയുടെ കാര്യത്തിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഈ ചേട്ടൻ നിൽക്കുമ്പോൾ അനിയൻ്റെ കല്യാണം നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു തറവാടികൾക്ക് ചേർന്ന പണിയല്ലല്ലോ. സോ ദാറ്റ് ഗായ് ലുലുവോ ലലുവോ വാട്ട് എവർ ഇറ്റ് ഈസ്, അയാളുടെ കല്യാണം കഴിയട്ടെ, എന്നിട്ട് നമുക്കിത് ആലോചിക്കാം. പോരെ? മനസ്സിലായിട്ടില്ല. എന്നാ പിന്നെ നമുക്കിറങ്ങാം. പോയിട്ട് വരാം. ശരി. പിന്നെ ലല്ലു, എന്ത്? പാഞ്ചിക്കുട്ടനോട് പറഞ്ഞ എന്റെ കാര്യം. അത് ഓമനക്കുട്ടി. ആര്? ഓക്കെ ഓക്കെ ഓക്കെ. വാട്ട് എ സ്മാർട്ട് ചാപ്പ്. ബോംബെ മിച്ചറി. ലല്ലു, എന്താപ്പാ? നീ കല്യാണം കഴിക്കുന്നില്ല? പാലായിലെ കുരിയച്ചന്റെ മോളെ നിനക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. എടാ, ഇത്രയും കാലം നീ നിന്റെ ഇഷ്ടത്തിനാ ജീവിച്ചത്. പക്ഷെ പാപ്പി അങ്ങനല്ല. അവൻ ഇന്നുവരെ ഒരു ആവശ്യവും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് അവൻ്റെ ആഗ്രഹം പറയുന്നത്. അതെനിക്ക് നടത്തി കൊടുത്തേ പറ്റുള്ളൂ. അതിനൊരു വിലങ്ങുതടിയായിട്ട് നീ നിൽക്കരുത്. ഐ മീൻ, നിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. അപ്പാ, എനിക്കൊരു സ്പാർക്ക് ഇട്ടു. കുറെ കാലമായാലോടാ ഞാനിത് കേൾക്കുന്നു. ഞങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പെണ്ണിനെ നിനക്ക് പിടിക്കത്തില്ല. പ്രേമിച്ച് നീ കെട്ടു, സമ്മതിച്ചു. പക്ഷേ ഇനി സ്പാർക്കില്ല എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുവന്ന പരിപാടി ഞാൻ സമ്മതിക്കില്ല. നിന്റെ തോന്നിവാസം കാരണം നിന്റെ അനിയന്റെ ജീവിതവും കൂടി നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താടാ ഈ മാങ്ങണ്ടി കൂട്ടുപോക്കോട്ടാ?
അവനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എടാ മുടി വെട്ടിക്കള കേട്ടാ. ഏതാണ് ചൂണ്ട? ഇവനെ ചൂണ്ടൊരു മീൻ കുത്തിക്കാണെങ്കിൽ ചത്താ മതി. എന്തേ പണിക്കോനാ? അല്ലു വേണം നീ ഞങ്ങൾ തള്ള കുളിച്ചോ, പക്ഷെ പണിക്ക് വിളിക്കരുതട്ടാ. അത് ഞങ്ങളെ അപമാനിക്കണേന്നില്ല. കൊടുത്താലോ വേണ്ട. സദാചാരക്കാരെ പിടിച്ച കേസില്ലേ, അത് അമ്മേ മൂന്നുമായിരുന്നു. ആ ചെക്കനാണെങ്കിൽ പോയി ആത്മഹത്യ ചെയ്തേക്കണ്. എന്തൊരാൾക്കാരാണ് നമ്മുടെ. ഞാനിപ്പോ തന്നെ ഒരു പോസ്റ്റർ ഇട്ടെ. ക്യാപ്ഷൻ ലജ്ജിക്കൂ കേരളമേ. അത് പൊളിക്കും. ഫീലിംഗ് ഹാർട്ട് ബ്രോക്കൺ. നോക്കിട്ടിയാ ഇന്ന് എല്ലാവരും നല്ല വർണ്ണശബളമാണല്ലോ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ആ ബെസ്റ്റ്. ഈ ഇംഗ്ലീഷുകാരെ പണ്ടോടുന്ന് ഓടിച്ചതിന്റെ ആഘോഷങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്നല്ല, സ്വാതന്ത്ര്യദിന ആശംസകളും നമ്മുടെ ഭാഷയിൽ പറ. എവിടെ മലയാളം പറഞ്ഞ ഫൈൻ അടക്കം സ്കൂളിൽ നീയൊക്കെ പഠിക്കണം. ഇതിനോട്ടെ ഓടി എന്താണ് ഇങ്ങോട്ടേക്ക് 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 എന്തിനാ? ജസ്നവനുണ്ടല്ലേ, ചേർന്ന് നിൽക്കണോ? ഇനിക്കാ ആ നീല ചുരിദാർ വിക്കിക്കുള്ളതാണ്. ഒന്നും മിണ്ടായിരിക്കൂടെ ആലിന്റെ മുത്തച്ഛ. ചെങ്കർ വീട്ടിന് ശേഷം ഓടിക്കേറി ചാടിക്കേറുന്നതാണ് അതിന്റെ പഞ്ച്. വെള്ളത്തിൽ പോയി. കയ്യാലെ കേറ്. പോക്കറ്റിലൊരു മീനുണ്ടോ നോക്കി. കിട്ടിയിട്ടില്ല. സ്റ്റാഡി വന്നതാ. നമ്മുടെ കാര്യത്തിലെല്ലാം രക്ഷയുണ്ടോ? സഹോദരൻ ഇപ്പോഴും കിണിക്കല്ലേ കിണിക്കല്ലേ. നിങ്ങൾ എല്ലാവരും അവന്റെ പുറകെ നടന്നു തന്നെയല്ലേ. എന്നിട്ട് അവൻ സഹോദരനായിട്ട് കാണണോന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാവരും അപ്പ തന്നെ വിട്ടു. എന്റെ സ്നേഹം ആത്മാർത്ഥമായതുകൊണ്ട് ഞാൻ ഇപ്പോഴും അവന്റെ പുറകെ നടക്കും. പിന്നെ അവൻ ഈ പറയണ സ്പാർക്ക് ഉണ്ടല്ലോ, അത് ഇന്നല്ലെങ്കിൽ നാളെ എന്നോട് തോന്നിയിരിക്കും. നോക്കിക്കോ. ഞാൻ കണ്ടോളൂ, ഞാൻ മാത്രം കണ്ടോളൂ. ഉള്ള കോട്ടൺ സാരി നല്ല തലവർത്തിയതല്ലേ. ഒന്നുമില്ല. പാപ്പം കഴിച്ചാ മോൻ. പാപ്പ അല്ല ഭക്ഷണം. നീ കേട്ടില്ലേ? ചേച്ചി വെച്ചാണോ? ഒരു മാച്ചും ഇല്ലല്ല. ബ്ലോക്ക് ആണല്ലോ. ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഒരു കുഴപ്പമില്ല. ഹാർട്ടിന് ബ്ലോക്ക് ഒന്ന പോലെ ഒരു പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ എംപ്ലോയറുണ്ടല്ല, വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്ത് എന്റെ മനസ്സ് തകർന്നു. എടാ അത് നീയല്ലേ? ഏതാണ്? സത്യം പറ, അത് നീയല്ലേ? ഏതാണ്? എടാ ഈ മംഗളത്തിലും മനോരമയിലൊക്കെ ഫലിത ബന്ധുക്കൾ അയച്ചു കൊടുക്കുന്ന തമാശക്കാരൻ. ഞാനങ്ങനെ അയക്കാറില്ല. പറയണൊക്കെ ഭാഗത്തിൽ ഇട്ടാവണോണ്ടാണ് ഞാനങ്ങനെ അയച്ചു കൊടുക്കാറൊന്നുമില്ല. ക്ലാസ് ആയി പോയി കുറച്ച്. ഇനി മേല ഇമാതിരി ഭദ്രാവതി കോമഡി അടിച്ചിട്ടല്ലോ. ഞാൻ ആരെവിടെ പോണോ വണ്ടിയായിട്ട്? നീ ഞങ്ങളെ കുത്തിക്കയറ്റി കൊണ്ടുപോണത്? ഇത്രയും ബ്ലോക്കായിട്ട് വണ്ടികൾ ഇവിടെ കിടക്കാൻ അറിയാൻ പാടില്ലേ? അവൻ്റെ അമ്മയുടെ ഇറങ്ങിക്കോളും. അവൻ്റെ അമ്മക്ക് വായുവിലേക്ക് പോണ പോലെയാണ് പോണത്. അവനൊക്കെ വായി പച്ച തെറിയാണ് വന്നത്. പറയാം സേമിയുള്ള എനിക്കാരോ നീ ഇതെടുത്തോ. ഒന്ന് പോടാപ്പാ, ഇത് ഞാൻ ചോദിച്ചു മേടിച്ചാണ്. ചേടാ ഒരെണ്ണം ഉണ്ടാവുള്ള ഇതെന്ത് ബ്ലോക്കാണ് ഇവിടെ?
ഇയാളോട് ചോദിച്ചാലോ? ചേട്ടാ ചേട്ടാ ആ അവിടെ എന്ത് പറ്റിയാണ്? ആ വണ്ടി ഇടയ്ക്കിട്ട് കുത്തിക്കയറ്റിന്ന് പറഞ്ഞ് ഏതോ ഒരു ചെറുക്കൻ ഒരു പാവപ്പെട്ടന്റെ മെക്കിട്ട് കയറുക, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. കുഞ്ഞാറ്റെ, ഈ ബ്ലോക്ക് ഇപ്പോഴും തീരും തോന്നണില്ല. നമുക്ക് ഇത് വഴി തിരിഞ്ഞ് കോമ്പാര വഴി പോവാം. എനിക്കവിടെ ഒരു വീട്ടിലും കയറണ്ട്. വെറുതെ ഇവിടെ ഇങ്ങനെ കിടക്കണ്ടല്ലോ. എന്നാ കയറും. നീ അപ്പൊ ഇടിക്കാൻ പോയതല്ലേ? എന്തിന്? ഞാനെന്റെ ഐസ് ഫുഡ് കളഞ്ഞത് കണ്ടിട്ട്. എടാ ഈ ഏണി വെച്ചും മെക്കിട്ടേറുണ്ടാക്കുന്ന അടിയിലൊക്കെ തല വെച്ച് കൊടുക്കണ അവൻ എന്റെ അമ്മയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അമ്മ കുളിച്ചിട്ട് ഈ പിടിച്ചാനെ ഇടിക്കും. അമ്മനെ തൊട്ട് കളിച്ച ആരണി പേടിത്തുറ പേടിയാണ് ഈ പറഞ്ഞാ പോലെ വേണേ കേറ. ഇടി നീട്ടി കാണിച്ചാ നീ ഓടും. അവിടെ നിക്കടാ. മതിയടാ, ഈ വീട്ടുകാരുടെ സീനാവൂട്ടാ. ഇതിനാ നീ അത്യാവശ്യം പറഞ്ഞ് ഇതുവഴി വന്നത്. എടാ ഈ ഞാവൽപ്പുഴൊക്കെ ആർക്കും കിട്ടാണ്ട് നിലത്ത് വീണ് പോണാണ് എന്നെ ചങ്ക് കൂട്ടൂടാ. ഈ കറി ഇത് കഴിക്കാലും പോവൂല. എവിടെ ഞാവലിപ്പുഴ കണ്ടാലും അനിച്ച കണ്ടാലും വലിഞ്ഞു കയറിക്കോളും മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാൻ. എടാ പാടില്ലല്ലോ, പോവാടാ. എടാ കാറിനോർത്ത് കുറച്ച് വീണെടുപ്പുണ്ട്, അതും കൂടി എടുക്കട്ടെ. എടാ എടാ ലല്ലു, എടാ എടാ ഇങ്ങോട്ട് വാ. ഹലോ, ആ പാഞ്ചിക്കുട്ടാ. അഞ്ചുകുട്ട വാതിലൊക്കെ പൂട്ടിട്ടൊക്കെ തീറ്റിച്ചു കൊല്ലാനുള്ള പരിപാടിയായിരിക്കുള്ളൂ. ബീഫ് സൂപ്പറാണ്ട. നീ എടുക്കുന്ന ഓരോ ബീഫിന്റെ കഷ്ടത്തിനും നമ്മുടെ ജീവന്റെ വിലയുണ്ട്. കഴിക്കേ. കരിമീൻ സൂപ്പറാണ്ട. അയ്യോ സാറേ, ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. സാറെന്തിനാ ഞങ്ങളെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? ലല്ലുവിനോട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് ഇവിടുത്തെ തൊട്ടി പിള്ളേരുമായിട്ട് കൂട്ടുകൂടരുത്. എന്നിട്ടും അവൻ നിങ്ങളോട് കൂട്ടുകൂടി. പിന്നീട് അങ്ങോട്ട് ഇന്ന് വരെ ഞാൻ പറഞ്ഞ ഒരു കാര്യം അവൻ അനുസരിച്ചിട്ടില്ല. ആയതിനാൽ നിങ്ങൾ പറഞ്ഞാൽ അവൻ അനുസരിക്കും, നിങ്ങൾ പറഞ്ഞാലേ അവൻ അനുസരിക്കും. അത്രേ ഉള്ളൂ. അത് നമ്മൾ ചെയ്യൂലേ? വെറുതെ പേടിച്ച് ടെൻഷൻ അടിച്ചൊരു ചെറുത് വെച്ചാലാ. അല്ല സാറ് എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞില്ല. എത്രയും പെട്ടെന്ന് ലല്ലുവിന്റെ കല്യാണം നടത്തും. ഇത്രയും നാൾ ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞിട്ട് അവനെ നീട്ടിക്കൊണ്ട് പോവാ. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ നിങ്ങൾ കണ്ടെത്തി കൊടുക്കണം. അതിന് ആരായാലും ശരി, അവരോട് കൊമ്പനായിലെ ജോണിന്റെ മകനാണെന്ന് പറഞ്ഞാൽ മതി. കൊമ്പനായിലെ ജോൺ ആരാന്ന് വെച്ചെന്തോ പാഞ്ചി. എന്താ കൊമ്പ സാറേ? കൊമ്പസാറാ. ഇനി ലല്ലുവിന്റെ കല്യാണം നടത്തുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഇതുവരെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായില്ല, ഇപ്പഴാ ജീവിതത്തിൽ ഒരു അർത്ഥമൊക്കെ ഉണ്ടായത്. സാർ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ലല്ലുവിന്റെ കല്യാണം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഈ സുമലത ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ചുമതല അത് തന്നെ, ആ തല. സാറേ, ആ ചിക്കത്തിന്റെ പീസ് എടുക്കൂ. കയ്യെത്താൻ തന്നെ ചിക്കൻ സൂപ്പറാണ്ട. ആ തോക്കും കൂടിയാണ് മെനുങ്ങ്. രോമാഞ്ചകം ചുമണിയാടാ. ആ ഇപ്പൊ ഞാൻ മണം പിടിച്ച് വരുന്നാണ്ടാ. ഇപ്പൊ ഇനി വടിയും വേണ്ട, ആരും കയ്യിൽ പിടിക്കണ്ട. എന്താ പഞ്ചക്കുട്ടി ഇത് ആദ്യമായിട്ട് പിടിക്കണല്ലേ? എന്റെ ടച്ചിങ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര കുടുംബത്തിൽ പറഞ്ഞ സ്കോച്ച് ഉണ്ടെങ്കിലും ടച്ചിങ്സ് ആയിട്ട് ഇത്തിരി കൂടൊറം അകത്തി നിന്നില്ലെങ്കിലേ എനിക്ക് എടുത്ത കട്ടി വരും. നീ ടച്ചിങ്സ് അടിച്ച് കാലം കഴിക്കാണ്ട് ഒരു പെഗടിക്ക്. നീ ആണ് സൂപ്പറാണ്, കുടിച്ചോക്ക്. നീ കഴിച്ചോടാ. ആ ചേട്ടാ, ഓ വല്ല രക്ഷ ഉണ്ടോ? എവിടാ? ഒരു പൂച്ചൂട്ടി പോലും കിട്ടിയില്ല. അമീബാണായിരിക്കണത്. ആ വെറുതെ അല്ല, ആ എണ്ണം കെട്ടനെ പിടിച്ച് മുമ്പിലിരുത്തിയ മീൻ അവിടെ നിന്ന് വരാനാണ്. ഇറങ്ങട എന്റെ വെള്ളത്തിൽ നിന്ന്. നടക്കൂല. ഞാനാ പറയേണ്ടത് നടക്കൂ തോന്നി നടക്കൂ. ഞാനാ പറയുന്നത് നടക്കൂല. നീ ബെറ്റോ കണ്ട നടക്കൂന്ന് പറയാ നടക്കൂ. എന്താണ് രംഗം വഷളേ? അല്ലേ ഈ പുള്ളി പറയണേ ലല്ലു മൂത്തടിച്ച് മൂക്കി പല്ലു വന്നാലും പെണ്ണിട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞ അടുത്ത 3 മാസത്തിനുള്ളിൽ ലല്ലു പെണ്ണിട്ടിരിക്കുന്നു. ഒന്ന് പോടപ്പാ. പള്ളി കണ്ടിട്ടാൻ പോയി. ഇവൻ പെണ്ണിട്ടേനാ, അത് നടക്കാൻ പോലില്ല. നടന്ന്
അഥവാ ഇവൻ സമ്മതിച്ചാലും ഞാൻ കല്യാണം നടത്തിക്കൂടാ. അവന്റെ കല്യാണം നടത്താന്ന് പറഞ്ഞ അവന്റെ അപ്പനെ കള്ളും മേടിച്ചു കൊടുത്തിട്ട് ഇപ്പൊ വാക്ക് ഇവൻ ഇതൊക്കെ നശിപ്പിക്കും. ഓഹോ, രംഗപടം സുജാതനാണല്ലേ? എല്ലാം മനസ്സിലായി. തമാശയല്ലടാ. കൊമ്പനായിലെ ജോൺ സാറ് ഞങ്ങളെ വിളിച്ചത് പറയണമെങ്കിൽ അങ്ങേര് എന്തോരം വിഷമിച്ചിട്ടുണ്ടാവും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങേര് പറഞ്ഞത് കാര്യമില്ലേ? നിനക്കെന്താ കല്യാണം കഴിച്ചാല്? നീ ഒരു ഹ്യൂമൻ ബീയിങ് അല്ലേ? ഹ്യൂമൻ ബീയിങ് അല്ലേന്ന്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ തമാശയായിട്ടാണല്ലേ വിചാരിച്ചേക്കണ? ഞാൻ പറഞ്ഞത് നേരാണ്. ഞാൻ ജീവിതത്തിൽ എത്രയോ പെണ്ണുങ്ങളെ കണ്ടേക്കണം. എനിക്കങ്ങനെ സ്പാർക്ക് വന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരാൾ വരട്ടെ. അതിനു മുമ്പേ ഞാൻ ആരെങ്കിലൊക്കെ പോയി കിട്ടിയിട്ട് ഇപ്പൊ എന്തിനാണ്? അത് മഴക്കാലത്തെ കറണ്ട് പോലെയാണ്. വരുമ്പോ വരട്ടെ. അപ്പൊ ഈ വരുന്ന പെണ്ണിന് സ്പാർക്ക് ഉണ്ടാന്ന് എങ്ങനെ അറിയും? എടാ, അവള് വരുമ്പോ ചില തമിഴ് സിനിമയിലെ നായകന്മാര് വരുന്ന പോലെ ഇരിക്കും. ഇളയരാജയും എ ആർ റഹ്മാനും ചേർന്ന് അവൾക്ക് വേണ്ടി സംഗീതം ഒരുക്കും. വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒരുമിച്ചിരുന്ന് വരികൾ എഴുതും. ശ്രേയോഷയിൽ ഞാനും ചേർന്ന പാട്ട് പാടും. അതിന് ശ്രേയാഘോഷലി ബസ് സ്റ്റാൻഡിൽ നിന്ന് വയറ്റത്തടിച്ച് പറഞ്ഞാൽ സമ്മതിക്കോ? ഒന്ന് പോയോടെ ഓടുന്നു. ഇവിടെ സ്പാർക്കിന്റെ കാര്യം പറഞ്ഞതിന്റെ ഇടയിലാണ്. എടാ, നമ്മളത് തേടിപ്പോയി കണ്ടുപിടിക്കുന്ന കാര്യമൊന്നുമല്ല. അതൊക്കെ അങ്ങോട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഷോക്ക് അടിക്കുന്ന പോലെ അല്ലേ? ഇപ്പൊ എന്തോ അടിക്കണ്ടല്ല. ആ ഫോണാണ്. ആടാ പാപ്പി, പറടാ. ലല്ലു ഇപ്പൊ എവിടെയാ? എടാ, ഞാനിപ്പോ ജങ്കാറില്. ഫ്രണ്ട്സൊക്കെ ഉണ്ടാവല്ലോ അല്ലേ? ആ, എൻജോയിങ് ലൈഫ് അല്ലേ? ഇയാള് തന്റെ ഇഷ്ടം പോലെ ജീവിച്ചോ. പക്ഷെ അതിന്റെ പേര് ബാക്കിയുള്ളവർ എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നത്. ഞാനും ടാനയും തമ്മിൽ എത്ര വർഷത്തെ റിലേഷൻഷിപ്പ് ആണെന്നറിയോ? അവൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടറിയോ അവളുടെ ഡാഡി നമ്മുടെ വീട്ടിൽ വന്ന് സംസാരിച്ച്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഐ നെവർ എക്സ്പെക്ടഡ് എനി ഓഫ് ദിസ്. ഇയാൾ ഇനി ഏത് രാജകുമാരി വരുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക. നമ്മുടെ നാട്ടിൽ തന്നെ കാണുമല്ലോ 10ാം ക്ലാസ് ഒക്കെ തോറ്റ പെൺപിള്ളേര്. അവരെ ആരെങ്കിലും കിട്ടിയാ പോരെ? അതൊന്നുമല്ല, ലല്ലുവിന് എങ്ങനെയെങ്കിലും എന്റെ കല്യാണം മുടക്കണം, അത്രേ ഉള്ളൂ. ബുൾഷിറ്റ്. എന്താടാ പാപ്പിനാപ്പയും കൊച്ചു നല്ല ചീത്ത പറഞ്ഞു തോന്നാ. അതല്ലേ ഈ പറഞ്ഞത്. ഈ പറഞ്ഞ സ്പാർക്കുള്ള പെണ്ണിനെ ഞങ്ങൾ കണ്ടുപിടിച്ചു തരും. മുട്ടുവിൻ തുറക്കപ്പെടും, തോണ്ടുവിൻ പിടിക്കപ്പെടുന്നല്ലേ? നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. കിസ്മത്ത് എന്നൊന്നുണ്ട് മോനെ. നിന്റെ ഹുറി നിന്നെ തേടി വന്നിരിക്കും. ചിലപ്പോ നാളെ തന്നെ. നാളെ നമുക്ക് എവിടെയാണ് പണിയെന്ന് അറിയാമോ? എവിടെയാണ്? സുന്ദരികളായ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഈ എറണാകുളം സെന്റ് ട്രീസാസ് കോളേജ്. ഓമനക്കുട്ടി